ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ മൊത്തം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഇത് വൈറലായിരിക്കുകയാണ്. ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അവളുടെ അടുത്ത് തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അയാൾ സാധാരണ ബസ്സിൽ കയറി എങ്ങനെയാണ് നിൽക്കുക അതുപോലെയാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പെൺകുട്ടിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ പുള്ളിക്കാരി വീഡിയോ എടുക്കുന്നുണ്ട്. ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി വീഡിയോ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അയാളെന്തോ ഇവളെ യൂസ് ചെയ്യുവാണ്, അയാൾ എന്തൊക്കെയോ അപമര്യാദയെ പെരുമാറി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും അപമര്യാദയായിട്ട് ഒരാൾ നമ്മുടെ ഇപ്പോൾ ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും പെരുമാറുന്ന സമയത്ത് നമ്മളെ മോശമായിട്ട് സ്പർശിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാനാണെങ്കിൽ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കും. എന്നെപ്പോലെ ആയിരിക്കും ഒട്ടുമിക്ക എല്ലാ ആളുകളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ ചോദിച്ചാൽ നമ്മളെ ഇതായിട്ട് മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അയാളെ അടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തള്ളുകയാണ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ഇട്ട് റീച്ച് ഉണ്ടാക്കാനാണ് എല്ലാവരും നോക്കുക. അതോ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ അയാളെ അടിച്ച് അയാളെ പറഞ്ഞതാക്കുക, അല്ലെങ്കിൽ ചുറ്റും കൂടിയവർ അയാളെ കൈകാര്യം ചെയ്യുക, അങ്ങനെയാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത് നേരെ തിരിച്ചാണ്. പുള്ളിക്കാരി വീഡിയോ എടുത്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഇവളുടെ ഈ ഒരു കൊടും ചതി കാരണം ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതീവ ദുഃഖകരമായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാതെ ഇത് സോഷ്യൽ മീഡിയ മൊത്തം ഇത് വൈറലായി. ഈ ഒരു വീഡിയോ ഈ പുള്ളിക്കാരി ഇട്ടപ്പം അറിയാമല്ലോ, നമ്മളുടെ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ എന്തൊരു ചെറിയൊരു ഇതായിട്ടുള്ളൊരു ഇത് ഇട്ട് കഴിഞ്ഞാലും അത് സ്പ്രെഡായി പോവും. അതുപോലെ തന്നെ ഇതും സ്പ്രെഡായി ഭയങ്കര ഇതായിപ്പോയി. എന്നിട്ട് ആ പുള്ളിക്കാരി ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേണായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കോഴിക്കോട് ഭാഗത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് ആ ഭാഗത്ത് ആ റൂട്ടിലൊക്കെ കോഴിക്കോട് എന്നല്ല, ഒട്ടുമിക്ക എല്ലാ ഭാഗത്തും ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും. തിരക്കുള്ള സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തൊക്കെ വന്ന് മുട്ടാറുണ്ട്. അത് അറിയാതെ സംഭവിക്കാറുണ്ട്, പലർക്കും സംഭവിക്കാറുണ്ട്. പിന്നെ ചിലവർ അറിഞ്ഞ് ചെയ്യുന്നവരുണ്ട്, അതില്ലാന്ന് പറയില്ല. അറിഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പം തന്നെ പ്രതികരിക്കും അല്ലേ? അപ്പം തന്നെ നമ്മളത് പ്രതികരിക്കുക ചെയ്യണം. അപ്പോൾ ഇവൾ പറഞ്ഞു വരുന്നത് ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഇതാണ് അവൾ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടത് അത് കുടുംബക്കാരും അതുപോലെ ചുറ്റുമുള്ള ആളുകളും എല്ലാവരും അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോഴല്ലേ പ്രതികരിക്കേണ്ടത്? ഒരു പെണ്ണ് എന്നുള്ള നിലയ്ക്ക് ഇത് പോസ്റ്റ് ചെയ്ത് നീ കുടുംബക്കാരെയും ബന്ധുക്കാരെയൊക്കെ അറിയിക്കുന്നതിന് പകരം നീ അപ്പോഴാണ് നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ നീ അപ്പോഴാണ് അത് പ്രതികരിക്കേണ്ടത്. അല്ലാതെ അവരുടെ വീട്ടുകാരും അവരുടെ കുടുംബക്കാരും അറിയാൻ വേണ്ടിയിട്ട് അത് വീഡിയോ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. ഇപ്പം എന്തായി? അങ്ങനെ ആകുമ്പോൾ ഇത് വീട്ടുകാരും കുടുംബക്കാരൊക്കെ അറിയുന്ന സമയത്ത് ഈ ഒരു ബിഹേവിയർ ആൾക്കാർ നിർത്തും എന്നാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. ഇപ്പം എന്തായി? വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അറിഞ്ഞു ഒരു ജീവനാണ് ഇല്ലാതായിരിക്കുന്നത്. അതിന് നീ എന്ത് ഉത്തരവാണ് പറയുക? ഈ പെണ്ണ്
എന്ത് ഉത്തരവാണ് പറയുക എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്താ വെച്ചാൽ നമ്മളപ്പോൾ ഒരു ഇത് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഒരു ഇതിന് വേണ്ടിയിട്ട് കുടുംബക്കാരും വീട്ടുകാരും അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുക, എന്നിട്ട് അവരുടെ കുടുംബത്തിൽ പോയിട്ട് അല്ലെങ്കിൽ അയാളെ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളിത് ചെയ്തത് തെറ്റാണ്, ശരിയല്ല എന്ന് പറയാം. ഇവള് ചിരിച്ച് ആസ്വദിച്ച് നിന്നിട്ടാണ് ആ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. എടുത്തു കഴിഞ്ഞാൽ അത് മുട്ടി കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാതെ അപ്പോഴൊന്നും ഇതാവാതെ എടുത്ത് ഇയാൾക്കും പ്രശ്നമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് പ്രശ്നമില്ലല്ലോ, പക്ഷേ ഇയാളുടെ വീട്ടുകാർ അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ഭയങ്കര ന്യായമാണ്. എന്തായാലും കുറച്ച് ഭാഗം കൂടെ നമുക്കത് കേട്ടിട്ട് വരുന്നു, കേട്ടു നോക്കൂ. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. അതെ, ബിഹേവിയർ ഇതൊക്കെ കണ്ടിട്ട് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അവളുടെ വീഡിയോ ചെയ്തതിന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അവർക്കൊന്നുമല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, നിനക്ക് ഈ ചെയ്ത നിനക്കാണ് കൗൺസിലിംഗ് തരേണ്ടത്. അപ്പോൾ അവളൊന്നും പ്രതികരിക്കാതെ പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഒരു ജീവൻ ഇല്ലാതാക്കിയപ്പോൾ നിനക്ക് എല്ലാം മതിയായോ? നീ ഒന്നില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കാം. അപ്പോൾ അത് നിങ്ങളിങ്ങനെ എന്നെ വന്ന് മുട്ടിയല്ലോ എന്ന് നിനക്ക് അപ്പം തന്നെ ചോദ്യം ചെയ്യാമായിരുന്നു. അല്ലാതെ അത് വീഡിയോ എടുത്തിട്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടി? 4 ആളുകളുടെ നല്ല കമൻറ്റും അതുപോലെ തന്നെ നിന്നെ അതിജീവിത അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് കിട്ടുന്ന സുഖം അതാണോ നീ ഉദ്ദേശിച്ചത്? അതോ നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ നിനക്ക് നല്ല വൈറലാകാൻ പറ്റും ഇങ്ങനെയൊരു, ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് ആണല്ലോ. ഈ ഇടയ്ക്ക് ഒരു പെണ്ണ് ഇതുപോലെ അയാളൊന്നും അറിയുന്നില്ല, ആ പെണ്ണിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, അയാൾ മുട്ടിയെന്നും പറഞ്ഞിട്ട് ഒരു പെണ്ണ് വന്ന് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ ഒരു പെണ്ണും വൈറലാകാൻ വേണ്ടി നോക്കിയതാണ്. വൈറലായിട്ട് എന്തായാലും ഇപ്പോൾ ഏറി കയറിയിട്ടുണ്ട് ഈ പെണ്ണ്. ഏറി കയറുക മാത്രമല്ല, അയാൾ എന്താ പറയുക, ഈ ഒരു അപമാനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു എന്നൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. എന്തായാലും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഇങ്ങനെയൊരു വാർത്ത കേൾക്കേണ്ടി വന്നതൊരു. എന്ത് തന്നെയാണെങ്കിലും ഈ എത്രയാണെങ്കിലും അപമാനമാണല്ലോ. അയാൾക്കും ഫാമിലിയും ഇതൊക്കെ ഉള്ളതാണ്. അവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, അവരൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പുറത്തായിരിക്കും ഇങ്ങനെ ഒരു ഇതെന്താ പറയുക, ഇയാളുടെ അടുത്ത് പറഞ്ഞ് അത് സോൾവ് ചെയ്യേണ്ട കാര്യം അയാൾക്ക് അറിയാതെ സംഭവിച്ചതാണോ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതാണോ എന്ന് അയാളുടെ മുമ്പിൽ അപ്പം തന്നെ ചോദിക്കേണ്ടതിന് പകരം നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും അറിയിച്ച് അയാൾ അത് താങ്ങാൻ കഴിയാതെ, ഓരോ മനുഷ്യൻ്റെ മനസ്സാണ്, എല്ലാവർക്കും ഒരുപോലെ താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. അയാൾ ആത്മഹത്യ ചെയ്തു എന്നൊരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഭയങ്കര സങ്കടമുണ്ട്. എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, ഈ പെണ്ണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.